ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത്, പല ആൾക്കാർക്കും ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്തൊരു മിസ്റ്റേക്ക് വരാറുണ്ട്. ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ ഫോർത്ത് ഗിയർ ഇടരുത്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഒപ്പം തന്നെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് പലപ്പോഴും തേർഡ് ഗിയർ വരെ ഇട്ടാണ് വണ്ടി ഓടിക്കാറുള്ളത്. ഫോർത്ത് ഗിയറൊക്കെ റെയർ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഇടത്തുള്ളൂ. ഇതിൻ്റെ കാരണം, ഫോർത്ത് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കൃത്യമായിട്ട് ഒരു ബാലൻസ് കിട്ടുമോ, ഇനി വണ്ടിയുടെ വേഗത അമിതമായിട്ടുള്ളൊരു വേഗതയിൽ പോകുമോ, വണ്ടി ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു ചിന്തയിൽ പരമാവധി ഒരു തേർഡ് ഗിയർ വരെയൊക്കെ ഇട്ട് വണ്ടി ഓടിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും 5 ഗിയറുകൾ ഫോർവേഡ് പോകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേർഡ് ഗിയർ വരെയൊക്കെയാണ് ഇട്ട് ഓടിക്കുന്നതെങ്കിൽ ഫോർത്തും ഫിഫ്ത്തും ഉപയോഗിക്കാതെ വരുമ്പോൾ അത് വലിയൊരു പരാജയം തന്നെയാണ് നമ്മുടെ ഡ്രൈവിങ്ങിൽ. എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേടി മറികടക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒപ്പം നിങ്ങൾ ഫോർത്ത് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, അതായത് ഇങ്ങനെ നിങ്ങൾ ഫോർത്ത് ഗിയർ ഇടാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഫോർത്ത് ഗിയറും ഫിഫ്ത്ത് ഗിയറും ഇടാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡിലാണ്. വില്ലേജ് റോഡിൽ പല ആൾക്കാർക്ക് ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഫോർത്ത് ഇടാനായിട്ട് പേടിയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ 3 ഗിയറുകളിൽ നിങ്ങൾക്ക് ഒരു വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഫോർത്ത് ഗിയറും ഫിഫ്ത്ത് ഗിയറും ഇടാനായിട്ട് കഴിയും. അതിന് ചെറിയൊരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ആ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി എടുക്കുകയാണ്. ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മൾ പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മളിത് ഇങ്ങനെ വണ്ടി എടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു ഫോർത്ത് ഗിയർ ഇടാനായിട്ടുള്ള ഒരു വേഗത എന്ന് പറയുന്നത് ഒരു 40 കിലോമീറ്റർ വേഗത മതി. അപ്പം 40 കിലോമീറ്റർ വേഗത എങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ മനസ്സിലാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തേർഡ് ഗിയറിൽ നമ്മൾ പോകുന്ന ഒരു വേഗത നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു കുറച്ചും കൂടെ കാലൊന്ന് കൊടുത്ത് വരുന്ന ഒരു വേഗതയിൽ നമുക്ക് ഫോർത്ത് ഗിയർ ഇടാം. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അത് നമുക്ക് ആദ്യമൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ കുറച്ച് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ തേർഡ് വരെ ഇടുമല്ലോ, തേർഡ് ഇട്ടിട്ട് ഫോർത്തിലേക്ക് ഇടുന്ന ടൈമിൽ കുറച്ചും കൂടെ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഫോർത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇടാൻ കഴിയും. ഇനി നമ്മൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് ഫിഫ്ത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് നല്ല സ്ട്രെയിറ്റ് റോഡിലാണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റിലാണ് പോകുന്നത്, വണ്ടിക്ക് ഞാനിത് സെക്കൻഡിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡ് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ ഏകദേശം 20 കിലോമീറ്റർ വേഗതയിൽ ഞാൻ സെക്കൻഡ് ഇട്ടു. വീണ്ടും ഞാനിത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ഏകദേശം ഒരു 30 കിലോമീറ്റർ വേഗതയിൽ ഞാൻ തേർഡ് ഇട്ടു. ഓക്കെ, ഇപ്പോൾ 30 കിലോമീറ്റർ വേഗത എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു മൂവ്മെൻറ്റിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഫോർത്ത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആണ്, അത്യാവശ്യം ചെറിയ വളവും തിരിവും ഉണ്ടെങ്കിലും ഇടാം. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് വണ്ടിക്കൊന്ന് മൂവ് ആക്കുക, ലൈറ്റായിട്ട് ആക്സിലേഷൻ കൊടുത്തൊന്ന് മൂവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർത്ത് ഇടാം. നിങ്ങളെ ഞാൻ കാണിച്ചത് ജസ്റ്റ് ആക്സിലേഷൻ കൊടുത്തൊന്ന് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫോർത്തിലേക്ക് ഇട്ടു. കണ്ടില്ലേ? ഇപ്പം 4ാമത്തെ ഗിയറിലാണ് ഞാനിങ്ങനെ വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റം വന്നു. അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്ത് ഞാൻ തേർഡിലേക്ക് ഇട്ടു. വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് വന്നു, വീണ്ടും ഫസ്റ്റിലേക്ക് വന്നു. കാരണം ഇവിടെ ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ക്യുക്കായിട്ട് തന്നെ നമുക്ക് ഫോർത്തിൽ നിന്ന് സ്പീഡ് കുറയുന്നതിനനുസരിച്ച് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് എന്ന് പറഞ്ഞ് ക്യുക്കായിട്ട് തന്നെ വരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഫോർത്ത് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് നമ്മളിത് ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഒരു 20 കിലോമീറ്ററിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാനിത് ഇവിടെ വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ വേഗതയിൽ ഞാൻ തേർഡിലേക്ക് ഇട്ടു. വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ വേഗതയിൽ വണ്ടിക്ക് സ്പീഡായപ്പോൾ ഞാനിത് ഫോർത്തിലേക്ക് ഇട്ടു. ഓക്കെ, ഇപ്പോൾ 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റും കൂടെ പറയാം. നമ്മളിങ്ങനെ 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് വേഗത കൂടുതലാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണല്ലോ പല ആൾക്കാർ 4ാമത്തെ ഗിയർ ഇടാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വേഗത കൂടുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ബ്രേക്കേ വരിക. ബ്രേക്കേ വന്നു കഴിഞ്ഞാൽ നമുക്കിത് വണ്ടിയെ ഈസി ആയിട്ട് 4ാമത്തെ ഗിയറിൽ ഇത്തരത്തിൽ കൺട്രോൾ ചെയ്ത് പോകാൻ കഴിയും. 4ാമത്തെ
ഗിയറിന് ഏകദേശം ഒരു 40 കിലോമീറ്റർ എങ്കിലും നമുക്ക് വേഗത ആവശ്യമാണ്. അപ്പോൾ ആ ഒരു വേഗതയുടെ താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ താഴേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകാതെ തന്നെ ഫോർത്തിൽ നിന്ന് ഡൗൺ ചെയ്ത് നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇടാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ 5th ഗിയറും കൂടി ഇടുന്നത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ പോവുകയാണ്. ആവറേജ് ഒരു 30 കിലോമീറ്റർ വേഗതയിൽ നമ്മളിങ്ങനെ തേർഡിൽ പോകുന്നു. ഇനി സാധാരണ നിങ്ങൾ 5th ഇടേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ നമുക്കൊരു വില്ലേജ് റോഡിലിടാം. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾ 5th ഇടുക. ഇപ്പോൾ ഇതേ അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡ് വന്നു. ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ വേഗതയുടെ മേളിൽ വന്നപ്പോഴത്തേന് ഞാനിത് 5th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കുക, ഞാനിത് 4th നിന്ന് ഇപ്പോൾ 3rd നിന്ന് 4th ഇട്ടു. അതിനുശേഷം ഇത് മെല്ലെ 5th ഗിയറിലേക്ക് ഇട്ടു. ഇത് ആവറേജ് നല്ലൊരു സ്ട്രെയിറ്റ് റോഡിലാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ പോകുന്ന അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വേഗത കൂടുന്നുണ്ടെന്ന് തോന്നിയാൽ ജസ്റ്റ് ബ്രേക്ക് വന്ന് കൺട്രോൾ ചെയ്യുക. കുറച്ചും കൂടെ വേഗത നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 5th നിന്ന് ഡയറക്റ്റ് നമ്മൾ 4th ഷിഫ്റ്റ് ചെയ്താൽ മതി. 4th പോകുന്ന സാഹചര്യങ്ങളിൽ വേഗത കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. തേർഡ് ഗിയർ വരെ ഇട്ട് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വില്ലേജ് റോഡിൽ 4th ഗിയർ ഇടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ല. അത്യാവശ്യം നമുക്കൊരു സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 4th ഗിയർ ഇടാം. അപ്പോൾ 4th ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, തേർഡ് ഗിയറിൽ നമ്മൾ പോകുന്ന ആ വേഗതയിൽ നിന്ന് കുറച്ചും കൂടെ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്കൊന്ന് മൂവ് ആക്കുക. മൂവ് ആകുമ്പോൾ ഓൾറെഡി വണ്ടി നല്ല റണ്ണിങ് ആവും. ആ ഒരു ടൈമിൽ ജസ്റ്റ് ക്ലച്ച് പിടിക്കുക, 4th ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വണ്ടിക്ക് വേഗത കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ബ്രേക്കിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത കുറയും. വീണ്ടും നമുക്ക് വേഗത കൂട്ടണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്താൽ മതി. ഇനി നമ്മൾ അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടിയുടെ വേഗത നമുക്ക് തീർത്തും കുറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തിട്ട് ക്ലച്ച് പിടിച്ച് നിങ്ങൾ മെല്ലെ അഡ്വാൻസ് ആയിട്ട് തേടിയിടുക. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി വില്ലേജ് റോഡിൽ നമ്മൾ എപ്പോഴാണ് 5th ഗിയർ ഇടുന്നത്? 5th ഗിയർ ഇടാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് വരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വില്ലേജ് റോഡിൽ 5th ഇടാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു അത്യാവശ്യം ചെറിയ വീതിയൊക്കെ ഉള്ള ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ റോഡിൽ കുണ്ടും കുഴിയും ഇല്ലാത്ത തരത്തിലുള്ള റോഡുകൾ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള റോഡുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ നിങ്ങളുടെ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടത്തിലിരുത്തി നിങ്ങൾ 4th 5th കൂടെ ഇട്ട് ശീലിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഡ്രൈവിങ്ങിൽ ഈ 2 ഗിയർ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഗിയറാണ്. അല്ലാതെ നമ്മൾ എപ്പോഴും 1st 2nd അല്ലെങ്കിൽ 3rd ഇട്ട് മാത്രമല്ല ഡ്രൈവ് ചെയ്യേണ്ടത്. നമ്മൾ അത്തരത്തിൽ 3 ഗിയറുകൾ ഇട്ട് ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 4ഉം 5ഉം കൂടി ഇടാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, പുതിയതായിട്ട് വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ പഴയ വീഡിയോ കണ്ടിട്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.